ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. നമ്മൾ നോക്കുന്നത് SCRT മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ SCRT മോക്ക് ടെസ്റ്റിൽ 25 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്സാം എഴുതാൻ പോകുന്നവർ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് എക്സാം എഴുതാൻ വേണ്ടി ഇരിക്കുക. ഓക്കെ, ആദ്യ ചോദ്യം നോക്കാം. ഭക്ഷണ പദാർത്ഥത്തിലെ അടിസ്ഥാന ഘടകം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏതാ ആൻസർ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പോഷകങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, ശരീരത്തിന് ആവശ്യമായ അളവിന്റെ അടിസ്ഥാനത്തിൽ പോഷകങ്ങളെ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം 2. ഓക്കെ, അതായത് സ്ഥൂല പോഷകങ്ങളും അതുപോലെ തന്നെ സൂക്ഷ്മ പോഷകങ്ങളും ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ സ്ഥൂല പോഷകങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ. സ്ഥൂല പോഷകങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, ധാതുക്കൾ. അടുത്ത നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ സൂക്ഷ്മ പോഷകങ്ങൾ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വിറ്റാമിൻ, ധാതുക്കൾ, കൊഴുപ്പ്, ലവണങ്ങൾ. ഏതാ? ഓപ്ഷൻ സി ആണ് ഉത്തരം, കൊഴുപ്പ്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, പോഷകങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം എന്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ട്രോപ്പോളജി. ആറാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ കാർബോഹൈഡ്രേറ്റുമായി ബന്ധമില്ലാത്തത് ഏത്? ഓരോന്നായിട്ട് വായിക്കാം. ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യുന്നു, കൊഴുപ്പിന്റെ ഓക്സീകരണത്തിന് സഹായിക്കുന്നു, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡുകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു, പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏതാണ് താഴെ പറയുന്നതിൽ കാർബോഹൈഡ്രേറ്റുമായി ബന്ധമില്ലാത്തത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 4 മാത്രം. ഓക്കെ, 4 മാത്രം. 3 ശരിയാണ്, അതായത് 1 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണ്. ഓക്കെ, 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അടുത്തത് ഏഴാമത്തെ ചോദ്യം, ധാന്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് രൂപം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, അന്നജം. അടുത്ത എട്ടാമത്തെ ചോദ്യം, ഭക്ഷണ പദാർത്ഥങ്ങളിൽ അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അയഡിൻ ടെസ്റ്റ്. ഒൻപതാമത്തെ ചോദ്യം, അന്നജം അയഡിനുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറം ഏത് എന്നൊരു ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇരുണ്ട നീല നിറം. അടുത്ത 10ആമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 20 എണ്ണം. 11ആമത്തെ ചോദ്യം, UN ചെറുധാന്യ വർഷമായി അഥവാ മില്ലറ്റ് ഇയറായിട്ട് ആചരിച്ച വർഷം എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, 2023. 12ആമത്തെ ചോദ്യം, മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്ന ആ വ്യക്തി ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഖാദർ വാലി. സലീമരി പക്ഷിയുമായി ബന്ധപ്പെട്ടാണ് സലീമരി എന്ന് പറയുന്ന വർഗീസ് കുര്യൻ പാലിന്റെ വിപ്ലവവുമായി ബന്ധപ്പെട്ട്, ക്ഷീര വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് വർഗീസ് കുര്യന് ഇമ്പോർട്ടൻസ്. ഓക്കെ, മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഖാദർ വാലി എന്ന് അർത്ഥിക്കാം. അടുത്ത 13ആമത്തെ ചോദ്യം, മില്ലറ്റ് രാജ്ഞി എന്നറിയപ്പെടുന്ന വനിത ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, റായ്മതി ഷിയൂരിയ. അടുത്ത 14ആമത്തെ ചോദ്യം, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളിൽ 1% വീര്യമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി ചേർത്ത ശേഷം 1% വീര്യമുള്ള കോപ്പർ സൾഫേറ്റ് ലായനി ചേർക്കുമ്പോൾ ലഭിക്കുന്ന നിറം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, വയലറ്റ് നിറം. ഓക്കെ, ഓർത്തിക്കാം. അടുത്ത 15ആമത്തെ ചോദ്യം, വിശപ്പിന്റെ രോഗം എന്നറിയപ്പെടുന്ന ഏത് എന്നൊരു ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മരാസ്മസ്. അടുത്ത 16ആമത്തെ ചോദ്യം, കൊളസ്ട്രോളിന്റെ രാസസൂത്രം എന്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, C27H46O. ഓക്കെ, C27H46O ആണ് കൊളസ്ട്രോളിന്റെ രാസസൂത്രം. അടുത്ത 17ആമത്തെ ചോദ്യം, 100 ഗ്രാം ചെറുപയറിൽ എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 24 ഗ്രാം. 18ആമത്തെ ചോദ്യം, വിറ്റാമിൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കാസിമർ ഫംഗൽ. 19ആമത്തെ ചോദ്യം, സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, വിറ്റാമിൻ ഡി. 20ആമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ അനീമിയ വിമുക്ത പഞ്ചായത്ത് ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, മൈലപ്ര. 21ആമത്തെ ചോദ്യം, ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തു ഏത്?
ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഹീമോഗ്ലോബിൻ. 22-ാം ചോദ്യം, റെറ്റിനോളിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, നിശാന്തത. വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ എന്ന് ഓർത്ത് വയ്ക്കാം. ഡയറക്റ്റ് ചോദിക്കാതെ ജസ്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു, സയന്റിഫിക് നെയിം വെച്ച് ചോദിച്ചു കേട്ടോ. നിശാന്തത. അടുത്ത 23-ാമത്തെ ചോദ്യം, 3D രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പെല്ലഗ്ര. അടുത്ത 24-ാം ചോദ്യം, വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം എന്ത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, കാൽസിഫെറോൾ. 25-ാമത്തെ ചോദ്യം, സെലീനിയത്തിന്റെ അപര്യാപ്ത മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കാഷൻ ബെക്ക് രോഗം. ഓക്കെ, ഇത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.